തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം കേട്ടോ. വർഷത്തിൽ 12 ദിവസം നട തുറക്കുന്ന ക്ഷേത്രം. ഇതെൻ്റെ ചേച്ചിയാട്ടോ, സീമേച്ചി. എനിക്ക് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ എനിക്ക് ചേച്ചിയാണ് ഓർമ്മ വരുന്നത്. വിവാഹത്തിന് മുമ്പ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ തന്നെ കുറച്ചേ ഉള്ളൂ, കൈപ്രയാണ് ചേച്ചിയുടെ വീട്. അവിടെ നിന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ദേവിയുടെ പ്രധാന വഴിപാട് പട്ടന്താലി എടുത്ത് വെക്കലാണെന്ന്, അതും വെച്ചാൽ പെട്ടെന്ന് കല്യാണം നടക്കുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഈ വഴിപാടാട്ടോ കഴിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണവും നടന്നു. ഇത് പ്രസാദം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുടരണം എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ചേച്ചിക്ക് അറിയാലോ, അത് ഐശ്വര്യം, ദേവിയുടെ കടാക്ഷം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊടുന്നതെന്നാണ് പറഞ്ഞത്. ഞാനും തൊട്ടു. അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് വഴിപാടെല്ലാം കഴിച്ചിട്ട് ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാട്ടോ ചെന്നത്. കാരണം ഞങ്ങളെ ഈ ഇതിലേക്ക് കയറ്റിവിട്ടൊരു ചേട്ടനുണ്ട്. ഞങ്ങൾ നന്നായിട്ട് തൊഴുതു കേട്ടോ. കാരണം ഈ ചേട്ടൻ്റെ ഒരു സഹായം കൊണ്ടിട്ട് ദർശനം നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടി. ദേവിയെ അടുത്ത് നിന്ന് തന്നെ തൊഴുതു. ഞാൻ എല്ലാ വർഷവും പോവാറുണ്ട്. അതിനുശേഷം ദേവിക്ക് പറ നിറച്ചു. പറ നിറയ്ക്കുമ്പോൾ മഞ്ഞൾപ്പറയാണ് നടക്കേണ്ടത്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ലാസ്റ്റ് ദിവസമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ നെൽപ്പറ നിറച്ചിട്ടാണ് ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് രാജുചേട്ടൻ്റെ അടുത്തേക്കാണ് നേരെ പോയത്. ഇത് അനൗൺസ്മെൻറ്റ് രാജുചേട്ടനാണ് കേട്ടോ. ഒത്തിരി അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ ഇലക്ഷൻ പ്രമാണിച്ചൊക്കെ ഈ ചേട്ടൻ ചെയ്യുന്നതാണ്. പുള്ളി ഏകദേശം 35 വർഷമായിട്ട് പുള്ളി ഈ അമ്പലത്തിൽ അനൗൺസ്മെൻറ്റ് നടത്തുന്ന ആളാണ്. ചേട്ടനാണ് ഞങ്ങൾക്ക് പാസ് എടുത്ത് തന്നത്, നല്ല രീതിയിൽ തൊഴാൻ പറ്റിയത്. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ചെന്നത് ഞങ്ങൾ പോപ്കോൺ കഴിക്കാനാണ് കേട്ടോ. കാരണം ഉത്സവപ്പറമ്പിൽ പോയാൽ ഞാൻ ആദ്യം കഴിക്കുന്നത് പോപ്കോണാണ്. കാരണം അത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് വാങ്ങിയിട്ട് വന്ന് പാക്ക് വാങ്ങിയിട്ട് വന്നാലൊന്നും ഞാൻ കഴിക്കില്ല. അത് അവിടെ തന്നെ വെച്ചിട്ട് പൊട്ടിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിനുശേഷം പിന്നെ ചുറ്റി നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഇനിയും അടുത്ത വർഷവും എനിക്ക് വരാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ദേവി നമ്മളെ വിളിക്കുമ്പോഴാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക, നല്ല രീതിയിൽ തൊഴാൻ പറ്റുക. ഞങ്ങൾ 4 മണിക്കാണ് പോയത് വീട്ടിൽ നിന്ന്. ഏകദേശം 5:30 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, നല്ല രീതിയിൽ തൊഴുതു. പുറത്തിറങ്ങി 7 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.